ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനിയും ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിപൂർണരാക്കി നിർത്താനാണ് ദൈവം തൻ്റെ ഓമനപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശു ക്രിസ്തുവിൻ്റെ കാൽവർ ക്രൂശ് മരണത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് പാപക്ഷമ ലഭിക്കുക മാത്രമല്ല, നമ്മൾ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പരിപൂർണരായി മാറുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതൻ്റെ തേജസ്സായി കണ്ടു. കാര്യം ഈ സമ്പൂർണ്ണത, ദൈവത്തിൻ്റെ സമ്പൂർണ്ണത യേശു ക്രിസ്തുവിലാണ് വസിക്കുന്നത്. ആ യേശു ക്രിസ്തു വചനമായിരുന്ന യേശു ക്രിസ്തു പിതാവിൻ്റെ മടിയിലിരുന്ന യേശു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയെ വന്ന് പാർത്തു. എന്നിട്ട് അവർ പറയണം, ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടതെങ്ങനെയാണ്? പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. 16 പറയാണ്, അവൻ്റെ നിറവിൽ നിന്ന്, ആ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപ മേൽ കൃപ ലഭിച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ പറയാണ്. 20 മുതൽ വായിക്കാം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവനിലാണ്, യേശുക്രിസ്തുവിലാണ്
ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും, ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ആ യേശുക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണ്. പിതാവെ പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ കൃപാസനം മുമ്പാകും. ഞങ്ങൾ മക്കളെങ്കിലും അവകാശികളാകും. യേശുക്രിസ്തുവിലൂടെ ഞങ്ങളെ ദൈവമക്കളാക്കി തീർത്തതിനായി സ്തോത്രം. കർത്താവെ, ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് യേശുക്രിസ്തുവിലാണല്ലോ. അങ്ങനെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ യേശുക്രിസ്തുവിൽ ഞങ്ങളെ പരിപൂർണരാക്കി തീർത്തിരിക്കായി സ്തോത്രം. അവിടുത്തെ കാൽവരി ക്രൂശ് മരണത്തിലൂടെ അത് നേടിത്തന്നതിനായി സ്തോത്രം ചെയ്യും. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശുക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും.